ഇനി നമുക്കറിയേണ്ടത് കേരളത്തിൽ മുന്നണികൾ എത്രമാത്രം തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി മുന്നണികൾ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവൂ എങ്കിൽ പോലും പലയിടത്തും സ്ഥാനാർത്ഥികൾ വീട് കയറി പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം അനൗപചാരികമായി തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുണ്ട് പല മുന്നണികളും. പ്രചാരണം പലയിടങ്ങളിലും ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചാണ് കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പല ഘട്ടങ്ങളായി ആവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ ഇപ്പോഴും പല സീറ്റുകളിലും ധാരണയായിട്ടില്ല. 20ഓളം സീറ്റുകളിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിനെ വലയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന് ആഭ്യന്തരമായ പല കാര്യങ്ങളും സുധാകരൻ ഉൾപ്പെടെ വി എസ് ശിവകുമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രശ്നങ്ങളും അവർക്ക് ഡീൽ ചെയ്യേണ്ടതുണ്ട്. മുന്നണികൾക്കിടയിൽ ഇപ്പോൾ സീറ്റ് വെച്ച് മാറുന്നതുമായി ബന്ധപ്പെട്ട് ലീഗും കോൺഗ്രസും തമ്മിലുള്ള അന്തിമ ചർച്ചകളും നടക്കുകയാണ്. വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരിക്കും ഇന്നും നാളെയും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്തേക്ക് കടക്കേണ്ടതുണ്ട് മുന്നണികൾക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ മുഹമ്മദ് അസ്ലമും സെയ്ഫ് സൈലാൻദീനും സുനിൽ ഐസക്കും എന്നോടൊപ്പം ചേരുന്നു. ആദ്യം സുനിൽ ഐസക്കിലേക്ക്. സുനിൽ, UDF സംബന്ധിച്ച് ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ച ഇപ്പോൾ ഒരു കീറാമുട്ടിയായിരിക്കുകയാണ്. എങ്ങനെ പരിഹരിക്കും മണിക്കൂറുകൾക്കുള്ളിൽ ഈ പ്രശ്നങ്ങൾ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സംസ്ഥാനം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാൻ ഇനി ബാക്കി നിൽക്കുന്നത് വെറും മണിക്കൂറുകൾ മാത്രം. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് UDF സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഇപ്പോഴും കീറാമുട്ടിയായി അവർക്ക് മുന്നിലുള്ളത് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം 20ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥി ആര് എന്ന തീരുമാനത്തിലേക്ക് ഒരൊറ്റ പേരിലേക്ക് എത്താൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, വി ഡി സതീശന്റെ പുതുയുഗയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ അവകാശവാദം. പക്ഷേ അപ്പോഴും അതിൽ തീരുമാനമായില്ല. സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായില്ല. കോഴിക്കോട് പുതുയുഗയാത്ര എത്തുമ്പോൾ ലീഗുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളെങ്കിലും പൂർത്തിയാക്കുമെന്നായിരുന്നു രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ പുതുയുഗയാത്രയും കഴിഞ്ഞ് ദിവസങ്ങളേറെയായി സീറ്റ് വിഭജന ചർച്ച ഇപ്പോഴും ഇങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ്. ലീഗുമായി ഏതാണ്ട് 4ലധികം സീറ്റുകളിൽ ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം RSPയുമായുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കിയിട്ടില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവർക്ക് 10 സീറ്റുണ്ട്. അതിൽ 3 സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ആദ്യം ഇടുക്കി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവർ ആ നിലപാടും മാറ്റി. അങ്ങനെ സീറ്റ് വിഭജന ചർച്ച ഒരു ഭാഗത്ത് കീറാമുട്ടിയായി കിടക്കുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഡൽഹി കേന്ദ്രീകരിച്ച് അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾക്കും ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സിറ്റിംഗ് സീറ്റുകളിൽ കെ ബാബുവും രാഹുൽ മാങ്കൂട്ടവും ഒഴികെ ഏതാണ്ട് എല്ലാവരും മത്സരിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ധാരണയുണ്ടായിരുന്നത്. എന്നാൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ 3 സിറ്റിംഗ് സീറ്റുകൾ ഒഴികെ ബാക്കിയുള്ളിടത്തെല്ലാം അതാത് ആളുകൾ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നെയും സീറ്റുകൾ ബാക്കിയുണ്ട്. ആ സീറ്റുകളിൽ ഇപ്പോഴും ഏതാണ്ട് 20ഓളം സീറ്റുകളിൽ ഇപ്പോഴും ഒറ്റ പേരിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. അതിനിടയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി വലിയ തോതിൽ ചൂടുപിടിക്കുകയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ MP-മാർ മത്സരിക്കുമോ എന്നതായിരുന്നു ചോദ്യം. അങ്ങനെ MP-മാർക്ക് മത്സരിക്കാൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മത്സരരംഗത്തേക്ക് എന്ന് പ്രഖ്യാപിച്ച് ആദ്യം 2 പേരാണ് വന്നത്. അതിനുശേഷം 4-5 ആളുകൾ, ഒടുവിൽ 9ഓളം ആളുകൾ തങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് കാട്ടി രംഗത്തെത്തിയതോടുകൂടി ഹൈക്കമാൻഡ് നിലപാട് തന്നെ മാറ്റി. ഒരൊറ്റ MP-മാരെ മത്സരിക്കേണ്ട എന്ന നിലപാടിലേക്ക് എത്തി. അതോടുകൂടിയാണ് പലയിടങ്ങളിൽ നിന്നും പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നത്. ഇവിടെ കെ സുധാകരൻ തന്നെ ആണ് ആദ്യം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തുന്നത്. പാർട്ടിയെ മത്സരിക്കാൻ തനിക്ക് അവസരം തന്നില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് നീങ്ങുമെന്ന് പാർട്ടി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകി സുധാകരൻ ഇങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം സുധാകരന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാളെ സുധാകരനോട് ഡൽഹിക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സീറ്റില്ലെങ്കിൽ ഡൽഹിക്കില്ല എന്ന നിലപാടിലാണ് സുധാകരൻ. വെറുതെ സീറ്റില്ലാതെ ഒരു അനുനയ ചർച്ചയ്ക്ക് വേണ്ടി ഡൽഹിക്ക് പോകുന്നില്ല എന്ന പിടിവാശിയിലാണ് സുധാകരനുള്ളത്. പക്ഷേ അത് പരിഹരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. മറുഭാഗത്ത് മറ്റൊരു MP, അതായത് അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SNDP അടക്കമുള്ള സംഘടനകൾ സജീവമായി രംഗത്തുണ്ട്. മറ്റ് സാമുദായിക സംഘടനകളൊക്കെ
അടൂർ പ്രകാശിന് വേണ്ടി രംഗത്തുണ്ട്. കോന്നി പിടിക്കാൻ അടൂർ പ്രകാശ് അല്ലാതെ മറ്റൊരാളില്ല എന്നൊരു നിലപാട് പല സംഘടനകളിലും പല നേതാക്കളും അടൂർ പ്രകാശും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ VS ശിവകുമാറും ഒരു വലിയ പ്രശ്നമായി കോൺഗ്രസിന് മുന്നിലേക്ക് വരുന്നത്. VS ശിവകുമാർ ആദ്യം തൊട്ടേ തിരുവനന്തപുരം നിയമസഭാ സീറ്റ് ആവശ്യപ്പെട്ടായിരുന്നു രംഗത്തുണ്ടായിരുന്നത്. കഴിഞ്ഞ 5-6 മാസങ്ങളായി തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് VS ശിവകുമാർ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ അല്ലെങ്കിൽ അതിന്റെ പിന്നൊരുക്കങ്ങളൊക്കെ ആരംഭിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അവസാന നിമിഷം ആകുമ്പോഴേക്കും തിരുവനന്തപുരം CP ജോണിന് CMPക്ക് വിട്ടു നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. അവിടെയും ചില എതിർപ്പുകളുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും CP ജോണിനോട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നാലെയാണ് അരുവിക്കര എന്ന ആവശ്യവുമായി VS ശിവകുമാർ രംഗത്തെത്തുന്നത്. പക്ഷേ അരുവിക്കര ഇപ്പോൾ ശബരിനാഥിനെ പരിഗണിക്കുന്നു എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ ഒടുവിൽ പാറശാല പോയി മത്സരിക്കുമെന്നാണ് ദീപാദാസ് മുൻഷി VS ശിവകുമാറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പാറശാലയാണ് ശിവകുമാറിന്റെ സ്വന്തം നാട്. സ്വന്തം നാട്ടിൽ മത്സരിച്ച് വിജയിക്കൂ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ മത്സരിക്കാനില്ല എന്ന് ശിവകുമാറും ഒരു നിലപാടെടുത്തിരിക്കുന്നു. മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ശിവകുമാർ മറ്റ് ചില തട്ടകങ്ങളും ചില പാളയങ്ങളും ഒക്കെ നോക്കുന്നുണ്ട് എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് BJPയുമായി ചില ചർച്ചകളിലേക്കൊക്കെ ശിവകുമാർ പോകുന്നു. അങ്ങനെ ശിവകുമാർ വരികയാണെങ്കിൽ അവസാന നിമിഷം തിരുവനന്തപുരം ശിവകുമാറിനെ മത്സരിപ്പിക്കാം എന്നൊരു ധാരണ അനൗപചാരികമായൊക്കെ ശിവകുമാറിനെ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തിനും അറിയാം. അതുകൊണ്ട് അവരും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങളെ വീക്ഷിക്കുന്നത്. അങ്ങനെ പാളയത്തിലെ പടയാണ് പതിവ് പോലെ കോൺഗ്രസിനെയും ഇത്തവണ വലിയ പ്രതിസന്ധിയിലേക്ക് ആക്കിയിരിക്കുന്നത്. അനുകൂലമായ സാഹചര്യങ്ങൾ നിരവധി ഉണ്ടായിട്ടും പക്ഷേ അത് കളഞ്ഞു കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തരുതെന്ന എന്ന നിലപാടുള്ള നേതാക്കൾ ഒരു വലിയ വിഭാഗം തന്നെയുണ്ട് കോൺഗ്രസിനുള്ളിൽ. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായി ഭരിച്ച LDF സർക്കാരിനെതിരെ ജനവികാരമുണ്ട്. ഒപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ വിജയമുണ്ട്. ഒപ്പം പുതുകി യാത്രയ്ക്കുണ്ടായ ഒരു സ്വീകാര്യതയുണ്ട്. അങ്ങനെ വലിയ തോതിൽ അനുകൂലമായ നിരവധി സാഹചര്യങ്ങളുണ്ട്. സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ നിരവധി ആയുധങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം